ശ്യാമേ, എടി മണി 11 നീ ഇതൊക്കെ അടച്ചു വെച്ചിട്ട് കിടക്ക്, കണ്ണടിച്ചു പോവും. ഇതേ രാജീവേ, എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ ആരും ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. രാജീവിന് ഉറക്കം വരുന്നെങ്കിൽ രാജീവ് ഉറങ്ങുക, എനിക്ക് ഉറക്കം വരുമ്പോൾ ഞാൻ ഉറങ്ങിക്കോളാം. എന്തായാലും കിടന്ന് ഉറങ്ങാൻ നോക്കിയേ, നാളെ രാവിലെ പോകണ്ടല്ലേ. എടി ഇങ്ങനെ ഏത് നേരം ഫോൺ നോക്കിക്കൊണ്ടിരുന്ന കണ്ണടിച്ചു പോകുന്നു. എൻ്റെ കണ്ണ് അങ്ങനെ അടിച്ചു പോകുന്നെങ്കിൽ പോട്ടെ, എന്നെ കുറിച്ച് എനിക്കില്ലാത്ത വിഷമം എന്തിനാ നിങ്ങൾക്ക്? ഇതിപ്പോ കുറെ നേരമായി നീ ഫോണിങ് വന്ന്. രാജീവേ, ഫോണിങ് എടുത്ത് രാജീവേ. ദേ മര്യാദ കിടന്നുറങ്ങിക്കോ, അല്ലെങ്കിൽ ഞാൻ സാധനം ഇപ്പൊ തല്ലി പൊട്ടിക്കുവേ. ഇങ്ങത്താ കിടക്കാം. കിടക്കോ? കിടക്കും. തായോ? ഉറപ്പല്ലേ? ആ കിടക്ക്. എഴുന്നേറ്റുണ്ട്. ഈ വെള്ളക്കെട്ടിന്റെ കാര്യം ഹൗസ് ഓണറിനെ വിളിച്ച് പറയണല്ലോ. അതെ അതെ, ആ 4ാമത്തെ വീട്. അല്ല, ഈ ആര്യഭവനിൽ നിന്നെടുത്ത ഓർഡർ തന്നെയല്ലേ? അല്ല, കഴിഞ്ഞവണൊന്ന് മാറിയായിരുന്നേ. ഇവിടെയാണെങ്കിൽ ആകപ്പാടെ എല്ലാവരും വിശന്നിരിക്കുക. ഇതിൻ്റെ പേരിൽ എനിക്ക് തർക്കിക്കാൻ വയ്യ. ഞാൻ ദേ വരിക. ഇവനിപ്പോൾ എന്തായാലും ഒരു 5 സ്റ്റാർ റേറ്റിംഗ് കൊടുത്തേക്കാം. ഇതെന്താ നിന്റെ കയ്യിൽ? നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റാ, ചെന്ന് കുളിച്ചിട്ട് വാ, ഞാൻ എടുത്തു വെക്കാം. ഇന്ന് ഓർഡർ ചെയ്തല്ലേ? എടി, ഈ 3 നേരം ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നത് ആരോഗ്യത്തിന് അത്ര നല്ല ഒന്നുമല്ല. അതിനിപ്പോൾ എന്താ, എല്ലാവരും കഴിക്കുന്നതല്ലേ? എല്ലാവരും ചെയ്യുന്നതാണോ വെച്ച് നമ്മളും ചെയ്യണോ? എടി, ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്ന, ഇതിൽ എന്താ ചേർക്കുന്നത്, ഇതൊന്നും നമുക്കറിയില്ല. പിന്നെ അത് മാത്രമല്ല, ഇങ്ങനെ ഓർഡർ ചെയ്യുന്നതേ പോക്കറ്റിന് അത്ര നല്ലതൊന്നുമല്ല. എന്നാ പിന്നെ ഒരു വേലക്കാരി വെക്കാം, അത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് കഴിക്കാമല്ലോ. എന്നാലും രാജകുമാരി അടുക്കളയിൽ കയറി ഒന്നും വച്ചുണ്ടാക്കരുത്. കഷ്ടം. ഇതെന്താണ്, വേലക്കാരിയും വെക്കില്ല, ഓർഡറും ചെയ്യാൻ സമ്മതിക്കില്ല. രാജീവേ, ആ നീ എന്താണ് നടന്നു പറഞ്ഞേ? നിന്റെ വണ്ടി അവിടെ? വണ്ടി പഞ്ചറായിരിക്കുന്നു. ഞാൻ ഇനി വർക്ക്ഷോപ്പിൽ പോയി അയാളെ വിളിച്ചോണ്ട് വരട്ടെ. എന്നെ ഇപ്പോൾ കാണാനൊന്നുമില്ലല്ലോ. നിന്റെ ഫാമിലി എങ്ങനെ പോകണം? അതൊരു വലിയ കഥയാണ്. എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടാ, നീ എൻ്റെ കൂടെ ചെറുതിലേ പഠിച്ചോണ്ട് ഞാൻ പറയുന്ന, അവൾക്കൊരു സീരിയസ്നെസ് ഇല്ലടാ. വീട്ടിലൊരു പണിയും ചെയ്യൂല, ഏത് നേരം മൊബൈലും കുത്തിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു വേലക്കാരി വയ്ക്കണമെന്നൊക്കെ പറയാം. നീ എന്നെ ആലോചിച്ച് നോക്ക്, എനിക്ക് അതിനുള്ള സാമ്പത്തികം വല്ലതും ഉണ്ട്? എടാ, ഇതൊക്കെ അവളുടെ ഒരു പക്വത കുറവുകൊണ്ട് മാത്രമാണ്. നീ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിൻ്റെ എടുത്തടിച്ചുള്ള സംസാരം നീ ആദ്യം നിർത്തണം. നീ പതിയെ പതിയെ അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ആദ്യം നീ ഉണ്ടാക്കേണ്ടത് ഒരു ഫ്രണ്ട്ലി അറ്റാച്ച്മെൻറ്റാണ്. നീ ഒരു കാര്യം ചെയ്യും, നാളെ ജോലിക്ക് പോകുമ്പോൾ അവളെയും കൂട്ടിക്കൊണ്ട് പോകും. അത് നല്ലൊരു മാറ്റം ഉണ്ടാവും. എല്ലാം ശരിയാകുമായിരിക്കും അല്ലേ? ഉറപ്പായിട്ട് ശരിയാവും. നീ ധൈര്യമായിട്ട് പോകും. ശ്യാമേ, ശ്യാമേ, ഇതെന്ത് കഷ്ടത്, മനുഷ്യർ രാവിലെ ഉറങ്ങാൻ സമ്മതിക്കത്തില്ലേ? നീ എഴുന്നേറ്റ് നമുക്ക് റൗണ്ട് അടിച്ചിട്ട് വരാം. എനിക്കെങ്ങും വയ്യ ഈ കൊച്ചു വെളുപ്പം പോലെ തോടാൻ പോവാൻ. അല്ലെങ്കിൽ ഇത് ഒറ്റയ്ക്ക് പൊക്കോണ്ടിരുന്ന പതിവല്ലേ, ഇതെന്താ പുതിയതായിട്ട്? എനിക്കൊന്നും വയ്യ. താൻ വാടോ, ആദ്യമായോണ്ട് ഒരു മടി. ഇത് ഒരു വട്ടം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എൻജോയ് ചെയ്യാൻ തുടങ്ങും. ഒന്ന് എണീറ്റ് പോ രാജീവേ. ഒന്നാമത് എനിക്ക് ഒരു ദിവസം ഉറക്കം ശരിയായില്ലെങ്കിൽ അന്ന് മൊത്തം എനിക്ക് തലവേദന. അതെ, ഉറക്കം ശരിയാവണമെങ്കിലേ നേരത്തെ കിടന്ന് ഉറങ്ങണം. അല്ലാതെ അർദ്ധരാത്രി മൊത്തം ഫോണും കുത്തി ഇരിക്കുകയല്ല വേണ്ടത്. രാവിലെ തന്നെ ഓരോന്നൊപ്പിച്ച് വന്നോളൂ. നിങ്ങൾക്ക് ജോബിങ്ങിന് പോകണേ നിങ്ങൾ പോ. എന്തിനാ അതിൽ വെറുതെ എന്നെ വലിച്ചഴക്കണേ? എനിക്ക് വയ്യ. അല്ലേലും നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം? എല്ലാത്തിനും അവളുടെ ഒരു മടി. കിടന്ന് ഉറങ്ങിക്കോ, നാശം പിടിച്ചവള്. ഉറങ്ങ് ഉറങ്ങ്. ശ്യാമേ, നീ ശ്യാമേ ഇങ്ങോട്ട് വന്നേ. എടി, ഞാനിപ്പോ വിളിക്കാവേ. എന്താ രാജീവ്, എന്തിനാ ഇങ്ങനെ കിടന്ന് വിളിച്ചു പോകുന്നേ? എടി, ഞാൻ നിന്റെ അടുത്ത ടെറസ് ഒക്കെ വൃത്തിയാക്കി ഇടാൻ പറഞ്ഞിട്ട് അവിടെ നീ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഞാനത് അപ്പോഴേ പറഞ്ഞില്ലേ, എനിക്കിതൊന്നും ചെയ്ത് ശീലമില്ല. അല്ലെങ്കിൽ തന്നെ ഞാനിപ്പോ എന്തിനാ ചെയ്യുന്നേ? സ്വന്തം വീടൊന്നും അല്ലല്ലോ, വാടക വീടല്ലേ. അപ്പൊ പിന്നെ ഇത്രയ്ക്ക് വൃത്തിയാക്കാൻ മതി. നിന്നോടൊക്കെ ഞാൻ എന്താ പറയാ? എടി, നമ്മൾ കുളിച്ചൊരുങ്ങി നല്ല ഡ്രസ്സ് ഇട്ട് പുറത്തു പോകുമല്ലോ, അതുപോലെ തന്നെയാണ് നമ്മളെ വീടും മുറ്റവും പരിസരവും ഒക്കെ. അതൊക്കെ നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിച്ചേ പറ്റൂ. എനിക്കിപ്പോ ഇങ്ങനെ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് വേണേ നിങ്ങൾ തൂത്തോ, എന്നെ കൊണ്ടൊന്നും വയ്യ. ഓ രാജീവേ, ഈ ചൂലൊക്കെ ഇട്ട് തൂത്ത് കഴിഞ്ഞാലേ ഇവിടെ വൃത്തിയാൻ പോകുന്നില്ല. താഴെ ഒരു വലുത് കിടപ്പുണ്ട്, വേണമെങ്കിൽ അത് പോയി എടുത്തോ, ഇച്ചിരി വൃത്തിയാവുമായിരിക്കും.
ശ്യാമേ, നീ എന്താ എപ്പോഴും ഇങ്ങനെ ഫോണിൽ? നീ എൻ്റെ അടുത്തൊന്നും മിണ്ടുന്ന പോലും ഇല്ലല്ലോ. രാജീവ് പിന്നെ ഏത് നേരവും എന്നോട് വഴക്ക് പഠിക്കാനല്ലേ സമയമുള്ളൂ, പിന്നെ എങ്ങനെ മിണ്ടാനാ? അത് വിട്. ഇന്ന് ഓഫീസിൽ ഗൗതം അവൻ്റെ കൊച്ചിനെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു 3 വയസ്സുള്ള ഒരു കിളിക്കാൻ പെട്ടി ചക്കര പെങ്കൊച്ച്. അത് കണ്ടപ്പം എനിക്കും ഒരാഗ്രഹം, നമുക്കൊരു കുഞ്ഞൊക്കെ വേണ്ടേ? രാജീവേ, കൊണ്ടോണ്ടോ? ഇല്ല. ദേ രാജീവേ, ഈ സംസാരം ഇവിടെ വെച്ച് നിർത്തിക്കോണം. എനിക്ക് പറ്റത്തില്ല ഈ കുഞ്ഞുങ്ങളെ പെറ്റ് പോറ്റാനൊന്നും. അതൊന്നും എനിക്ക് പറഞ്ഞിട്ടുള്ള കാര്യമേ അല്ല. ഈ കുഞ്ഞുങ്ങളെ കാണുന്ന രസവും കാര്യങ്ങളൊക്കെ ആയിരിക്കും, പക്ഷെ അതുങ്ങളൊക്കെ നോക്കാന്ന് പറയുന്നതേ തലവേദന പിടിച്ച കാര്യം. നീ നോക്കേ വേണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? എടി, എനിക്കും ഒരു ആഗ്രഹമൊക്കെ ഉണ്ടൊരു കുഞ്ഞു വേണമെന്ന്. അതെ, ഈ പ്രഗ്നന്റ് ആവണോ പ്രസവിക്കണോ എന്നുള്ളതൊക്കെ എൻ്റെ ഡിസിഷൻ അല്ലേ. അപ്പം ഞാൻ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അല്ല, ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുന്നതിൽ നിനക്കെന്താ ഇത്ര ഇഷ്ടക്കേട്? എനിക്ക് പറ്റില്ല രാജീവ്. പ്രസവിച്ച് കഴിഞ്ഞാൽ ഞാൻ ആകെ മാറും. വണ്ണം വയ്ക്കും, വയറ് ചാടും, വയറ്റിൽ പാട് വരും. ഇതൊന്നും എനിക്ക് പറ്റത്തില്ല. അല്ലെങ്കിൽ തന്നെ ഇവിടെ പോപ്പുലേഷൻ കൂടുതലാണ്. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഓരോന്നിന്. എന്തിനാ? ശ്യാമേ, ഈ കാര്യത്തിൽ നീ തർക്കിക്കല്ലേ. ഇതെനിക്ക് സമ്മതിച്ചു തരാൻ പറ്റൂല. എനിക്ക് കുഞ്ഞിനെ വേണം. ഇക്കാര്യത്തിലേ എനിക്കൊരു വിട്ടുവീഴ്ചയില്ല. എനിക്ക് എന്തായാലും കുഞ്ഞ് വേണ്ട, അത്ര തന്നെ. ശ്യാമേ, പോവല്ലേ, നമുക്കിത് സംസാരിക്കാന്ന്. ഞാൻ പറഞ്ഞില്ലേ, നീ അവളെ നിർബന്ധിച്ച് കൊണ്ടുവരണമായിരുന്നു. എടാ, ഞാൻ മാക്സിമം അവളെ നിർബന്ധിച്ചത്, അവൾ വന്നില്ല. ഇതാ നിന്റെ പ്രശ്നം. ആദ്യം നിന്റെ ഈ ആറ്റിറ്റ്യൂഡ് മാറ്റാതെ ഒന്നും ശരിയാകാൻ പോകണില്ല. എൻ്റെ സതീഷേ, നീ ഇതെന്തറിഞ്ഞിട്ടാ? നീ വിചാരിക്കുന്നതിനേക്കാളുമൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടോ? എന്താടാ, എന്ത് പറ്റി? എന്തെങ്കിലും വഴക്കും പോളോ? എടാ, ഞാൻ അവളുമായിട്ട് ഇന്നലെ സംസാരിച്ചു. അവൾക്ക് കുടുംബത്തിനോടോ കുഞ്ഞുങ്ങളോടോ ഒന്നും താല്പര്യമില്ല. പിള്ളേർ വേണ്ടെന്ന് അവൾ പറയുന്നത്. പ്രസവിച്ച് അവളുടെ സൗന്ദര്യം പോകുന്നു. എടാ, ഒരു പ്രഗ്നൻസി എന്നൊക്കെ പറയുന്നത് ഒരു പെൺകുട്ടിയുടെ ഡിസിഷൻ തന്നെയാണ്. പക്ഷേ ഒരു പാർട്ണർ എന്നുള്ള രീതിയിൽ എനിക്കില്ലടാ ആഗ്രഹങ്ങൾ. നിന്നെ ഇതിനകത്തൊക്കെ വലിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? പോട്ടെ, ലേറ്റായി. ആ, രാജീവ് റെഡിയായോ? ആ, ഇറങ്ങാൻ പോവാ. ഇന്ന് വേഗം വാ, ഞാൻ ഫുഡ് എടുത്ത് വെച്ചേക്കാം. ഇന്ന് ഏത് ഹോട്ടലിൽ നിന്നാണ് ഓർഡർ ചെയ്തത്? ഇന്ന് വീട്ടിലുണ്ടാക്കിയ ഫുഡാ. വീട്ടിലുണ്ടാക്കിയ? നല്ല ചപ്പാത്തി മുട്ടക്കറി ഉണ്ട്. വേഗം വന്നാൽ ഇപ്പൊ ഫുഡ് കഴിക്കാം. ശരിക്കും? ആന്നേ, വേഗം വായോ, നമുക്ക് കഴിക്കാം. ശരി, വരാം. എന്ത് പറ്റി? മനുഷ്യരല്ലേ, ചിലപ്പോൾ വല്ല മാറ്റം വരുമായിരിക്കും. നോക്കാം. ഫുഡ് എങ്ങനെ രാജീവ്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോന്നാണ്. ഇത്രയും രുചിയുള്ളൊരു ഭക്ഷണം ഞാൻ ഈ അടുത്തെങ്ങും കഴിച്ചിട്ടില്ല. അപ്പം ഇതൊക്കെ നിനക്ക് ഉണ്ടാക്കാൻ അറിയാമായിരുന്നല്ലേ? എന്നിട്ടാണ് ഒന്നും അറിഞ്ഞൂടാന്ന് പറഞ്ഞ് നടന്നത്. അയ്യോ, അതിന് ഞാനല്ലേ ഈ ഫുഡൊക്കെ ഉണ്ടാക്കിയേ. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കിയ ശാന്തേച്ചിയാ, നമ്മളുടെ ഹൗസ് ഓണർ പറഞ്ഞ പുതിയൊരു മെയ്ഡ്. നല്ല കൈപ്പുണ്യമുള്ള ചേച്ചിയാ. ഫുഡും ഉണ്ടാക്കും, വീടും അടിച്ചു വരും. ഇനിയിപ്പോൾ എൻ്റെ രാജീവിനെ മുറ്റും അടിച്ചു വരണ്ട, പുറത്തുനിന്ന് ഫുഡും കഴിക്കണ്ട. ദിവസം 500 കൊടുത്താൽ മതി ചേച്ചിക്ക്. ഇതാണ് കൈപ്പുണ്യം. ഈ ഉള്ളിക്കറിയിലാണെങ്കിൽ ഉപ്പുമില്ല, ചപ്പാത്തി കല്ലുപോലെ ഇരിക്കുന്നു. ഇച്ചിരി മുന്നേ അല്ലേ പറഞ്ഞേ നല്ല കറിയും നല്ല ചപ്പാത്തിയും? അല്ല, നിന്റെ അടുത്ത് ആരാ പറഞ്ഞ എന്നോട് ചോദിക്കാതെ ഇവിടെ ഒരു മെയ്ഡിനെ വയ്ക്കാൻ? ദാണ്ടേ, നാളെ തന്നെ അവരിവിടെ നിന്ന് പറഞ്ഞു വെച്ചേക്കണം. രാജീവേ, ഒത്തിരി കളിക്കല്ലേ. ഹൗസ് ഓണർ എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ ശാന്തേച്ചിനെ കൊണ്ടുവന്നത്. ഇയാൾ എന്തായാലും ആ ശമ്പളത്തിന്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, അത് ഞാൻ കൊടുത്തോളാം. നിന്നെ കെട്ടിച്ചു വിട്ട നിന്റെ വീട്ടുകാരുടെ അടുത്ത് നിന്ന് എരന്ന് തന്നെയാണല്ലോ നീ വീണ്ടും ഈ പൈസ മേടിക്കുന്നത്. നാണമില്ലേടി അവരെ പിന്നെ ബുദ്ധിമുട്ടിക്കാൻ? ആദ്യം സ്വന്തമായിട്ട് മേലനങ്ങി പണിയെടുത്ത് കുറച്ച് പൈസ ഉണ്ടാക്ക്, എന്നിട്ട് ഈ പുറംപൂച്ച് കാണിക്കും. ഒന്ന് മതിയാക്ക് രാജു, ഞാൻ എന്ത് ചെയ്താലും കുറ്റം. ഇപ്പോഴെനിക്ക് കാര്യം മനസ്സിലാവുന്നത് നിങ്ങൾക്ക് എന്നെ തീരെ ഇഷ്ടമല്ല എന്നുള്ളത്. ഗതികെട്ട ജീവിതം. ഈ ഫുഡ് കൊള്ളില്ലെങ്കിലേ ഇയാൾ ഇത് കഴിക്കണ്ട, ഞാൻ ഇതുപോലെ വേസ്റ്റിലും കളഞ്ഞേക്കാം. ഇയാൾക്ക് വേണ്ടി ഓരോന്നും ചെയ്യുന്നത് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. നീ വേസ്റ്റ് കൊണ്ട് കളയേ, ഇത് മൊത്തം എടുത്ത് അങ്ങോട്ട് വിഴുങ്ങേ, എന്ത് വേണോ ചെയ്തോ. പക്ഷേ നാളെ ഈ വീട്ടിൽ ഒരു മെയ്ഡ് വരാൻ പാടില്ല. നിനക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നീ ചെയ്യണ്ട. ഞാൻ പട്ടിണി കിടന്ന് ചത്താലും ഞാൻ അങ്ങ് സഹിച്ചോളാം, കേട്ടല്ലോ? ഇതൊക്കെ ഇവരുടെ ഞാൻ ഒന്ന് വൃത്തിയാക്കി ഇടാൻ പറഞ്ഞല്ലേ. ശ്യാമേ, ശ്യാമേ, എന്താ? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇതൊക്കെ ഒന്ന് വിരിച്ച് വൃത്തിയാക്കി ഇടണോന്ന്. ആരെങ്കിലും വന്നാ ഇത് കാണാൻ എന്ത് വൃത്തിയേടാ. അതിനവിടെ ആരും ഇപ്പൊ കിടക്കാറില്ലല്ലോ, നമ്മളൊക്കെ ഇവിടെയല്ലേ കിടക്കുന്നേ, പിന്നെന്താ? എന്റെ പൊന്നു ശ്യാമ, ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യണം. അല്ലാതെ ചുമ്മാ ഇങ്ങനെ കാരണം മാത്രം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മടിച്ചിരിക്കരുത്. എനിക്ക് നിന്നോട് പറഞ്ഞ് പറഞ്ഞ് മടുത്ത്. നിനക്ക് ഇതൊക്കെ ഒന്ന് നോക്കി കണ്ടും ചെയ്താലെന്താ?
ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യണമെന്നില്ലല്ലോ, നിങ്ങൾക്കും ആവാം. ഇനി ഞാൻ ഓഫീസിലും പോയി ജോലിയും ചെയ്ത് എന്നിട്ട് തിരിച്ചു വന്ന് ഈ പണിയും ചെയ്ത് ഇട്ടിരിക്കാം. അപ്പൊ നിനക്ക് ചുമ്മാ ഇരുന്ന് മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കാമല്ലോ. ആരാ? നീയാ? നീ ഉച്ചക്ക് വരുമെന്നല്ലേ പറഞ്ഞേ? ഞാൻ കുറച്ച് നേരത്തെ അങ്ങ് ഇറങ്ങി. കേറുക. പിന്നെ എന്തുണ്ട് വിശേഷം? ശ്യാമ എവിടെ? ജീവിതമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? പറയാതിരിക്കുന്നതാണ് ഭേദം. എൻ്റെ തലയിലായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. നീ ഒന്ന് പതുക്കെ പറ, അവളെ കേൾക്കും. കേട്ടാ ഇപ്പൊ എന്ത്? എനിക്ക് ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഓ, ഞാനത് കേട്ടു. ഞാനുവേ ഈ അവസ്ഥയിലൊക്കെ തന്നെയാണ്. ഈ വീട്ടിൽ എന്നെ കൊണ്ടുവന്നേക്കുന്ന ഇവിടുത്തെ സകലമാന പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ. എനിക്കാണെങ്കിൽ പണി അറിയില്ലെന്നുള്ള പരാതിക്ക് ഒരു കുറവുമില്ല. എന്നാ പിന്നെ ഒരു വേലക്കാരി വെക്കാൻ പറഞ്ഞാലോ? അതിനോട്ട് സമ്മതിക്കുന്നുമില്ല. ഞാനിപ്പോ എന്ത് ചെയ്യും? എടി, അത് മാത്രമൊന്നും അല്ല കാര്യം, വേറെയും ഒരു കാര്യമുണ്ട്. ഇനി എന്തോന്നാണ് അടുത്തത്? മുറപ്പനോട് പറ, കേക്കട്ടെ ഞാനും. ഒരു കുഞ്ഞാവാന്ന് പറഞ്ഞാ അവക്ക് പ്രസവിക്കാൻ താല്പര്യമില്ലെന്ന്. പ്രസവിച്ചാലേ അവളുടെ സൗന്ദര്യം പോകും. എന്റെ രാജീവ്, നീ ഒന്ന് നിർത്ത്. ആ പടി കുറച്ച് ദിവസം അത് നിങ്ങളെ കൂടെ നിൽക്കാന്നും പറഞ്ഞു വന്നപ്പോ നിങ്ങൾ രണ്ടും കൂടെ ഇയാളെ വഴക്കുണ്ടാക്കുന്ന എല്ലാ ഈ പട്ടാളച്ചിട്ട വേണമെന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യാനാ? പട്ടാളച്ചിട്ടയുടെ കാര്യമല്ലെന്നേ. ഒരു വീടാവുമ്പം അതിനൊരു അടുക്കും ചിട്ടയും എല്ലാം വേണ്ടേ? നമുക്കൊരു സങ്കല്പം ഉണ്ടാവൂലേ? ഇത് ഒരു രീതിയിൽ അവൾ അടുത്ത് വരുന്നില്ലെന്ന്. ഈ വീട് വൃത്തിയാക്കുന്നത് മുതൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ഇവക്ക് അറിയില്ല. ആഹാരം എല്ലാം വരുത്തി കഴിക്കണം. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് പാചകം അറിയില്ല, അത്ര തന്നെ. എടി, അടുക്കളയിൽ കയറാനോ എന്തെങ്കിലും വയ്ക്കാനോ ഒരു വക ഇവക്ക് അറിയില്ല. നിനക്ക് ചായ എടുക്കട്ടെ? ഓർഡർ ചെയ്യ്, ഫോൺ ഇട്, സ്വിഗ്ഗി ഇട്, സൊമാറ്റോ ഇട്, എന്നിട്ട് ചായ ഓർഡർ ചെയ്ത് കൊടുക്ക്. ഇനി ഇതിന്റെ പേരിൽ നിങ്ങൾ തമ്മി തല്ലണ്ട. എനിക്കുള്ള ചായയല്ലേ, അത് ഞാൻ തന്നെ അങ്ങ് എടുത്തോളാം. ആൾക്കാരുടെ മുമ്പിൽ നാണം കെടുത്താൻ. എടാ, ഞാനൊന്ന് നടന്നിട്ട് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വരാം. നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്താ വാങ്ങണ്ടേ? ചായ എന്തിനും? ഞാൻ ചായ ഇട്ട് ഫ്ലാസ്ക് വെച്ചിട്ടുണ്ടല്ലോ. ചായ ഇട്ട് വെച്ചിട്ടുണ്ടോ? ഈ വീടിന്റെ ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടായിരിക്കും രാവിലെ ഇവിടുത്തെ അടുപ്പിൽ ചായ ഇടുന്നത്. സന്തോഷവും. ആരിത്? എഴുന്നേറ്റാ? ശ്യാമേ, ചായ എടുത്ത് കുടിക്കും. ഞാൻ ചായ ഇട്ട് വെച്ചിട്ടുണ്ട്. ചെല്ല്, എടുത്ത് കുടിക്ക്. എടി, കണ്ടു പഠിക്ക്. സ്വന്തം വീട്ടിൽ നിന്ന് രാവിലെ ചായ കുടിക്കുന്ന പോലെ ആവില്ല പുറത്തുനിന്ന് കുടിച്ചാ. പിന്നെ അതിനൊരു ഭാഗ്യമൊക്കെ വേണം. എന്നെ കൊണ്ടൊന്നും പറ്റത്തൊന്നുമില്ല രാവിലെ. പറ്റായി ഒന്നുമില്ല, നിനക്ക് മടിയാണ്. നിനക്ക് 24 മണിക്കൂറും ഫോണിലും കുത്തി ഇങ്ങനെ ഉറങ്ങി ഒരു സൈഡിൽ കിടക്കും. ഇനി അതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ വഴക്ക് കൂടണ്ട. അവളെല്ലാം പഠിക്കും അല്ലേ ശ്യാമേ? എന്നെ കൊണ്ടൊന്നും വയ്യ. കണ്ട, ഇതാണ് ആറ്റിറ്റ്യൂഡ്. തമ്പുരാട്ടി ഒന്ന് കൂടെ പോയി കുറച്ചു നേരം അടുക്കളയിൽ ഒന്ന് നിന്നാ മതി. അങ്ങനെയെങ്കിലും എന്തെങ്കിലും കണ്ടു പഠിക്കും. വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം കഴിക്കുമ്പോഴും എന്ത് സ്വാദാണ്. ശ്യാമേ, താണ്ട കണ്ട, നമ്മുടെ അടുപ്പിൽ നമ്മളുണ്ടാക്കി സ്നേഹത്തിൽ നമ്മളെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ മനസ്സും നിറയും, വയറും നിറയും. അതെ, ഈ 3 ഹോട്ടലിൽ നിന്ന് വാങ്ങുന്ന ഫുഡ് വെട്ടി വിഴുങ്ങുമ്പോൾ ഈ വയറും മനസ്സും നിറയാറില്ലേ? പറയുന്ന കേട്ട തോന്നി ഇയാൾ ഇവിടെ പട്ടിണിയാണ്. അതെ, പട്ടിണി തന്നെ. വല്ലവരും ഫുഡും കൊണ്ടുവരുന്നത് കാത്തിരിക്കുന്നതിനേക്കാളും ഗതികേടൊന്നും വേറെ ഇല്ലല്ലോ. അല്ല, നിനക്ക് ഇതൊക്കെ ഒന്ന് മാറ്റിക്കൂടെ എന്ന് ഞാൻ ചോദിക്കുന്നുള്ളൂ. ഇത് അറ്റ്ലീസ്റ്റ് കണ്ടൊക്കെ നീ ഒന്ന് പഠിക്ക്. അല്ല, ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. ഒരു ദോശ ഇടുക, കുറച്ച് ഇഡ്ഡലി ഉണ്ടാക്കുക, സാമ്പാർ ഉണ്ടാക്കുക, ഇതൊക്കെ നിനക്ക് പഠിക്കാവുന്നല്ലേ ഉള്ളൂ. എനിക്ക് ഇങ്ങനെ പറ്റത്തുള്ളൂ. കണ്ടാനോ, ഇതാണ് ഇവളുടെ ആറ്റിറ്റ്യൂഡ്. ഇതൊക്കെ ആണെങ്കിൽ എങ്ങനെ ശരിയാവും? അതൊക്കെ ശരിയാവും. നീ കഴിച്ചിട്ട് ഓഫീസിൽ പോകാൻ നോക്കിയേ. ഇങ്ങനത്തെ ഒരു അവസ്ഥയുള്ള വീട്ടിൽ നിന്ന് ഒരാൾ എങ്ങനെയാണ് സന്തോഷത്തോടു കൂടി ഓഫീസിൽ പോകുന്നത്? ഇവിടെ എന്ത് ചെയ്താലും കുറ്റം. ഇവിടെ ചിലരുടെ ധാരണ എന്താണെന്നറിയോ? വീട്ടു ജോലിയും ചെയ്ത് കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ മാത്രം നല്ലൊരു ഭാര്യയാവാൻ പറ്റുള്ളൂ എന്ന്. കഷ്ടം തന്നെ. പോകുന്നതാ പോകുന്നു. പാത്രമെങ്കിലും എടുത്ത് കഴുകിയിട്ട് പോകും. ഇവിടെ വേലക്കാരും ഇല്ല. നീ ദോശ എടുത്ത് കൊണ്ടുവച്ചു.
ശ്യാമ, ഈ വീട്ടു ജോലി എന്ന് പറഞ്ഞാൽ വലിയ പണിയൊന്നുമല്ല. എല്ലാം ഒന്ന് തൂത്ത് തുടച്ച് അടുക്കി പറക്കി വെക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ ഈ അടുക്കള പണിയോ? നിങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ചാൽ അങ്ങ് ഉണ്ടാക്കി കഴിക്കണം. തന്റെ മുറച്ചേർക്കിന് ഇപ്പോഴേ പരാതിയാ ഞാൻ ഒരു പണിയും എടുക്കുന്നില്ല എന്നുള്ളത്. പിന്നെ ഒരു കാര്യമല്ലോ ചോദിക്കേ, ചേട്ടനല്ലേ രാവിലെ കയറി ഒരു ചായ ഇട്ട് കുടിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഇതൊക്കെ. അതും ശരിയാ. നിങ്ങൾ രണ്ടുപേരും കൂടെ ഷെയർ ചെയ്ത് ചെയ്യാന്നുള്ള പണിയേ ഇവിടെ ഉള്ളൂ. ഇപ്പൊ തന്നെ നോക്കിയാൽ ഇവിടെ എല്ലാം ഒരു അടുക്കും ചിട്ടയും വന്നില്ലേ. ഇതങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മതി. അല്ലെങ്കിൽ തന്നെ ഇത് എൻ്റെ വീടാണല്ലോ. ഇവിടെ തന്നെ ഇവള് വന്നിട്ട് എന്നോട് പറയുന്നേ ഇവിടെ അങ്ങനെ ആയിരിക്കണം, ഇവിടെ ഇങ്ങനെ ആയിരിക്കണം. എന്തോ ശരിയല്ലല്ലോ. രാജീവേ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? എടാ, എൻ്റെ മുറപ്പണം വന്നിട്ടുണ്ട്. ആ, എപ്പോഴും വന്നു? ഇന്നലെ വന്നായിരുന്നു. എടാ, അവൾ വന്നേ പിന്നെയാണ് ഈ വീടൊരു വീടായത്. അവൾ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എല്ലാം അടുക്കി പെറുക്കി വെച്ച് അടുക്കളയിൽ കയറി ഭക്ഷണവും ചായയൊക്കെ ഉണ്ടാക്കി. ഇപ്പം മനസ്സിന് നല്ല സമാധാനമുണ്ട്. ഇത് ഞാൻ എത്ര തവണ ആ ശ്യാമയോട് പറഞ്ഞ് മടുത്തെന്നറിയും. ഇതിൻ്റെ പേരിലാണല്ലോ ഞാനും ശ്യാമയും തമ്മിൽ എപ്പോഴും വഴക്കായിരുന്നത്. ഈ ശ്യാമയ്ക്കാണെങ്കിൽ ഒരു പുല്ലും അറിഞ്ഞുകൂടാ. ആകപ്പാടെ എനിക്ക് തല ശ്യാമ, നീ എപ്പോ വന്നു? ഞാൻ ഇച്ചിരി നേരമായി. നീ ഫ്രീ ആയോ? വാ, ഫുഡ് കഴിക്കാം. എന്നെ ഇപ്പൊ കഴിക്കാൻ ആരും ഇവിടെ വിളിക്കണ്ട. എനിക്ക് സമയമാകുമ്പോ ഞാൻ തന്നെ പോയി കഴിച്ചോളാം. നീ ഇതെന്താ ആലോചിച്ചു കൂട്ടുന്നേ? വന്നേ, വാ കഴിക്കാം. നിങ്ങക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ, ഞാൻ കഴിച്ചോളാന്ന്. എടാ, നിന്റെ മുറപ്പെണ്ണ നമ്മൾ പ്ലാൻ ചെയ്ത് വരുത്തിട്ട് എന്തായി? ഇതെങ്കിലും കണ്ടിട്ട് നിന്റെ ഭാര്യയ്ക്ക് വല്ല മാറ്റമുണ്ടോ? എവിടെ നിന്ന് ഇപ്പോൾ വന്ന മുറപ്പെണ്ണ നന്നായിട്ട് വീട്ടുജോലിയെല്ലാം ചെയ്യുന്നുണ്ട്. അവളാണെങ്കിൽ ഇപ്പോഴും ടി വിയും നോക്കി മൊബൈലും തോണ്ടി കിടന്നു ഉറങ്ങി. ഈ അനുവിൻ്റെ കൂടെ ഒന്ന് സഹകരിക്കാൻ പോലും ശ്യാമ തയ്യാറില്ല. ഓ, അങ്ങനെയാണോ? അതെ. ഇനി ഇതെന്താവുമെന്ന് കണ്ടറിയണം. അവളുടെ ഇപ്പോഴത്തെ ഭാവം കണ്ടു കഴിഞ്ഞാൽ അനു വന്നതിന് ശേഷം അവളുടെ സ്വാതന്ത്ര്യം ഫുള്ള് പോയ മട്ടം. അതിൻ്റെ ഒരു ഇറിറ്റേഷൻ അവൾക്കുണ്ട്. എന്തായാലും കുറച്ച് ദിവസം നിന്റെ മുറപ്പെണ്ണ ഇവിടെ നിൽക്കട്ടെ, മാറ്റം ഉണ്ടാവും. ഉണ്ടായാൽ മതിയായിരുന്നു. അല്ല, ഇതിനിത് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാവും. നീ വിഷമിക്കേണ്ട, ശരിയാവുമെന്ന്. ശരിയാവും നോക്കാം. അതെ, ഞാനും ചേട്ടനും കൂടി ഒന്ന് പുറത്തോൻ പ്ലാൻ ഉണ്ടേ. അപ്പൊ ഈ 2 ഡ്രസ്സിൽ ഏതിടണമെന്ന് കൺഫ്യൂഷൻ. ഏതിട്ടാലും എന്നെ കാണാൻ ഭംഗി. ആ ബ്ലാക്ക് കൊള്ളാം, അത് നിനക്ക് നന്നായിട്ട് ചേരും. ബ്ലാക്ക് എനിക്കിഷ്ടമുള്ള കളർ തന്നെ. എനിക്കും ഇപ്പോഴാണ് സമാധാനമായത്. എന്തേ? നീ എന്നോട് പിണങ്ങിയിരിക്കാന്നാ ഞാൻ വിചാരിച്ചേ. എന്നാലേ ഇതെനിക്കൊന്ന് തേച്ച് തന്നേക്കാവോ? അതെന്താ നിനക്ക് തേച്ചാലേ? തേക്കാൻ പറഞ്ഞാൽ തേക്കണം, അത്ര തന്നെ. ഈ വീട്ടിലെ എല്ലാ പണിയും വാരി വലിച്ച് ചെയ്യാനും ഭക്ഷണം ഉണ്ടാക്കാനും നല്ല പിള്ളേ സമയമൊക്കെ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ ഇന്ന് ഈ പണിയും ചെയ്യാം. മോശം, കറണ്ടും പോയി. ഇനി എപ്പോ വരാനാ? ആ, വരുമ്പോ വരട്ടെ. നല്ലൊരു ഡ്രസ്സ് നീ മനഃപൂർവ്വം കരിച്ചല്ലേടി? ദേ ശ്യാമേ, അനാവശ്യം പറയരുത്. ഇല്ല, എനിക്കറിയാം നീ ഇത് മനഃപൂർവ്വം ചെയ്തതന്നെ. രാവിലെ ഞാൻ പറഞ്ഞത് ദേഷ്യം തീർക്കാൻ വേണ്ടി ഇത് ചെയ്തല്ലേ? അല്ല ശ്യാമേ, ഞാൻ തേച്ചോണ്ടിരുന്നപ്പോ കറണ്ട് പോയതാ. കറണ്ട് വന്നതാണെങ്കിൽ ഞാൻ അറിഞ്ഞൂല്ല. ആര് പറഞ്ഞു അറിഞ്ഞില്ല? നീ ഇത് മനഃപൂർവ്വം ചെയ്തു തന്നെയാ. അതെങ്ങനാ? എന്റെ ഭർത്താവിന്റെ സേവ പിടിക്കാൻ വേണ്ടി വന്ന് നിൽക്കുവല്ലേ? വലിഞ്ഞു കയറി വന്നോളൂ മനുഷ്യനെ ശല്യപ്പെടുത്താനായിട്ട്. നീ ഇവിടെ ഇരിക്കുകയാണോ? മുഖം എന്ത് വല്ലാതിരിക്കുന്നത്? ശ്യാമതിനെ വല്ലതും പറഞ്ഞ? ഒന്നുമില്ല. ശരി, ആകെ മൊത്തം ടയേർഡായടാ. ഞാൻ കിടക്കാൻ പോവാ. പിന്നെ ഞാൻ കഴിച്ച പ്ലേറ്റ് സിങ്കിൽ ഇട്ടിട്ടുണ്ട്, നീ ഒന്ന് കഴുകി എടുത്ത് വെച്ചേക്കുക. ഗുഡ് നൈറ്റ്. നിങ്ങളുടെ മുറപ്പെണ്ണ് എന്താ കാണിച്ചെന്നറിയോ? എന്റെ നല്ലൊരു ഡ്രസ്സ് ഞാൻ എടുത്ത് തേക്കാൻ കൊടുത്തപ്പോഴത്തേക്ക് കരിച്ച് വാരി കൈ തന്നു. അതിനുള്ള ഞാൻ കണക്കിന് കൊടുത്തിട്ടുണ്ട്. അതാണല്ലേ അവളോട് അപ്സെറ്റ് ആയിട്ടിരിക്കുന്നത്.
അവളെന്താ വീട്ടിലെ ജോലിക്കാരിയാണോ നിന്റെ തുണി അലക്കാനും ഇസ്തിരി ഇടാനും പറയാൻ? അല്ല, ഈ വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് ആഹാരം ഉണ്ടാക്കി വെക്കുന്നത് പോരായിട്ടാണോ നീ ഇത് അവളോട് പറഞ്ഞ? അതിന്റെ വൈരാഗ്യം തന്നെ അവൾ നിന്റെ തുണിയിൽ കാണിച്ചത്. നിനക്ക് ഇസ്തിരി ഇട്ട എന്തായിരുന്നു? നീ ആള് കൊള്ളാലോ. വേലക്കാരി വെക്കണ്ട ഞാൻ പറഞ്ഞപ്പോ വന്ന് എന്നെ മുറപ്പെണ്ണ നീ അങ്ങ് വേലക്കാരിയാക്കിയല്ലേ? ഓ വേണ്ട, അവൾ ഞാൻ വീട്ടിലെ കൊച്ചമ്മേട്ടാൻ കരുതാം. എന്റെ ഒരു തുണി തേച്ചു എന്ന് പറഞ്ഞാൽ അവളുടെ കൈലവാളയൊന്നും ഊരി പോകാൻ പോകുന്നില്ല. പിന്നെ ഒരു വീടാകുമ്പോഴത്തേനെ ഈ വീട്ടിലെ പല ജോലികളും ചെയ്യേണ്ടി വരും. ദേ ശ്യാമേ, നീ എൻ്റെ അടുത്ത് നിന്റെ ന്യായങ്ങളൊന്നും വിളമ്പല്ലേ. നിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. അല്ലെങ്കിൽ അവൾ വന്നതിന് ശേഷം നിങ്ങളിൽ കുറെ മാറ്റങ്ങൾ കാണുന്നുണ്ട്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, അതാ നിങ്ങക്ക് നല്ലത്. ആ പറയടി. ഞാനാണെങ്കിൽ ഇതേ ആകെ പെട്ടിരിക്കുക. എന്തു ചെടി? ഇവിടെ ആണെങ്കിൽ ഒരുത്തി വന്ന് കയറിയിട്ടുണ്ട്. അവളെ കാരണം എനിക്ക് ഇച്ചിരി പോലും ഇവിടെ മനസ്സമാധാനമില്ല. അവൾ അത് ചെയ്യുന്നു, അവൾ ഇത് ചെയ്യുന്നു, 24 മണിക്കൂർ. അവള് കാരണം അത്ര വീട് ഇപ്പൊ വീടായിട്ടിരിക്കുന്നത്. എനിക്ക് മടുത്തു. ഇതൊക്കെ കേട്ടിട്ട് നീ എന്താ തിരിച്ചൊന്നും പറയാത്ത? ഞാൻ എന്തോ പറയാൻ? ഞാൻ എന്തേലും പറഞ്ഞാൽ തന്നെ ഇവിടെ ആകെ വഴക്കാം. അതുമല്ല, അവൾ എന്തോ അവനെ കൊടുത്ത് മഴയ്ക്കുന്ന എനിക്ക് തോന്നണം. എടി, നീ വിചാരിച്ച അവളെ ഒതുക്കാൻ പറ്റൂലേ? വന്നതുപോലെ തിരിച്ചോട്ടിക്കാൻ അതിനുള്ള സാമർഥ്യമൊക്കെ നിനക്ക് ഉണ്ടെന്ന് എനിക്കറിയാം മോളെ. അതിനൊരു വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അവളെ കൊണ്ട് തന്നെ അവള് പോവാന്ന് എനിക്ക് പറയിക്കണം. ശരി, അപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ വിളിച്ചാൽ മതി. ഈ മണിച്ചിത്രത്താണ്ടി ഇപ്പൊ റീമേക്ക് ഒക്കെ ആയപ്പോഴേ കുറെ അടിപൊളി സീനുകൾ ഇറങ്ങുന്നുണ്ട്. അത് കാണുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിയാണ്. സ്കൂൾ സമയത്തൊക്കെ നമ്മൾ പോയി കണ്ടുകൊണ്ടിരുന്നു. വീട്ടിൽ പണ്ട് VCRലൊക്കെ ഇട്ടുകൊണ്ടിരുന്നില്ല. എന്തുവാ നിങ്ങളെ ഉണ്ടാക്കി വെച്ചേക്കുന്നേ? എന്തു പറ്റി? വായിൽ വെക്കാൻ കൊള്ളത്തില്ല. ഉപ്പില്ല, പുളിയില്ല, എരിവില്ല, ഒരു വകയ്ക്ക് കൊള്ളത്തില്ല. ഞാൻ കഴിച്ചാണല്ലോ, എനിക്കൊരു കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അല്ലേലും ഇവള് നിങ്ങൾക്ക് വല്ലതും ഉണ്ടാക്കി തന്നാൽ നിങ്ങൾക്ക് ഭയങ്കര രുചിയാണല്ലോ എല്ലാത്തിനും. അതെ, നിനക്ക് രുചിയില്ലായ്മ തോന്നുന്നുണ്ടെങ്കിൽ തനിയെ അങ്ങോട്ട് ഉണ്ടാക്കി കഴിക്കണം. അല്ലാതെ എപ്പോഴും കയറി അകത്തിരുന്നിട്ട് ഇവിടെ വിളമ്പുന്ന സമയത്ത് വന്നിരുന്ന് കഴിച്ചിട്ട് കുറ്റം പറയല്ല വേണ്ടത്. ഇവിടെ ഞാൻ എന്തെങ്കിലും ചെയ്താൽ കുറ്റം മാത്രം, അതേസമയം അവള് ചെയ്യുവാണെങ്കിലോ പുകഴ്ത്തൽ. ഈ മാറ്റമൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്നാരും വിചാരിക്കണ്ട. ശ്രദ്ധിച്ചോ, കുഴപ്പമൊന്നുമില്ല. എന്നാലും നന്നാവരുത്. എടാ, വീട്ടിലൊരു മനസമാധാനം ഇല്ല സതീഷ്. എന്തുപറ്റി? ശ്യാമ അവള് തൊട്ടാനും പിടിച്ചാനും എല്ലാം അനുവിനോട് വഴക്കുണ്ടാക്കുക. അപ്പോൾ അനു തിരിച്ചൊന്നും പറയില്ലേ? അനു എന്തു പറയാൻ? അവള് അതെല്ലാം കേട്ട് മിണ്ടാതിരിക്കും. അത് എന്നെ ഓർത്തിട്ടാ. പക്ഷേ ഇതിൻ്റെയൊക്കെ ഇടയിൽപ്പെട്ട് എൻ്റെ മനസ്സമാധാനവും പോകുന്നു. ഇതൊക്കെ ഞാൻ ആരോടാ പറഞ്ഞ് മനസ്സിലാക്കുക? അവിടുത്തെ മെയിൻ പ്രശ്നം എന്താണെന്ന് നിനക്കറിയാം? നീയും ഷാമയും മാത്രമുള്ള ലോകത്തേക്ക് വേറെ ആൾ വന്നു കയറി എൻ്റെ ബുദ്ധിമുട്ടാണ്. അതിനിപ്പോൾ നിൻ്റെ ബന്ധുക്കളായാലും ശരി തന്നെ. ഷാമയ്ക്ക് അവരുമായിട്ടൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. നീ ഇനിയിപ്പോൾ അതോർത്തൊന്നും ടെൻഷൻ അടിക്കാൻ നിൽക്കണ്ട. എല്ലാം പതിയെ പതിയെ ശരിയാവും. പക്ഷേ ഈ മുറപ്പെണ്ണെ വിളിച്ചുകൊണ്ട് വന്ന് ഭാര്യയെ പഠിപ്പിക്കാൻ നോക്കിയ പരിപാടി പാളിയോന്ന് എനിക്കൊരു സംശയമുണ്ട്. ഒന്ന് അനങ്ങി തൂക്ക്. അനങ്ങി തൂത്തുന്ന ശേഷം നിലത്തിനൊന്നും നോവാനൊന്നും പോകുന്നില്ല. ചെയ്യുന്ന ഒരു പണിയെങ്കിലും ഇച്ചിരി ചെയ്തു. ശ്യാമേ, നിനക്കത് എന്തിൻ്റെ കേടാ? നീ ആയിട്ടൊരു പണി ചെയ്യത്തുമില്ല, ചെയ്യുന്നവരങ്ങോട്ട് പണിയെടുക്കാൻ സമ്മതിക്കത്തുമില്ല. അത്രയും ബുദ്ധിമുട്ടാണെങ്കിലേ മേടിച്ചങ്ങോട്ട് തൂക്ക്. രക്ഷകൻ വന്നേക്കും. അത് പോട്ടനു, നീ കാര്യമായിട്ട് എടുക്കാതെ നീ തൂത്തോ. കഴിച്ചാ? ഞാൻ കഴിച്ചു. ഞാൻ ഇറങ്ങുവാണേ. പിന്നെ ശ്യാമ, ആ മേളത്തെ മുറി മുഴുവൻ വല കെട്ടിയിരിക്കുകയാണ്. അതൊക്കെ ഒന്ന് വൃത്തിയാക്കണേ. മേളത്തെ റൂം മാത്രമല്ലല്ലോ, വീടിന് ചുറ്റും വലയല്ലേ. അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ക്ലീൻ ചെയ്യിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ക്ലീൻ ചെയ്യിപ്പിക്കുന്ന കാര്യം ആരെ കൊണ്ട്? നിങ്ങളുടെ മുറപ്പെണ്ണിനെ കൊണ്ട്. ശ്യാമ, കുറച്ചും കൂടി ഡീസൻ്റ് ആയിട്ട് സംസാരിക്കണം. അവൾ നമ്മുടെ ഗസ്റ്റാണ്, അല്ലാതെ ഇവിടുത്തെ വേലക്കാരിയൊന്നുമല്ല. നീ എന്തെങ്ങനെ സംസാരിക്കുന്നത്? അതിന് അവൾ ഉണ്ടാക്കുന്ന ഫുഡിന് രുചി മാത്രം അറിഞ്ഞാൽ പോരല്ലോ. അവള് വീട് വൃത്തിയാക്കുന്ന കാര്യത്തിൽ മിടിക്കാണ്. നിങ്ങൾക്ക് അറിയണ്ടേ? എനിക്ക് ആകെ ഒരു ആശ്വാസം ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. ഈ വീട്ടിലൊരു വേലക്കാരുടെ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവള് വന്നതോടുകൂടി അതും അങ്ങ് മാറി. നോക്കിയും കണ്ട് സംസാരിക്കണം, കേട്ടല്ലോ? ഈ പറയുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ സഹിക്കാൻ വയ്യ. സോറി അനു, സഹിക്കും തോറും തലേ കയറും. ക്ഷമ, സോറി. എനിക്ക് ആ സമയത്ത്
ദേഷ്യം സഹിക്കാൻ വയ്യാത്തപ്പോൾ നിന്നെ പിടിച്ച് തള്ളിയത്. ഞാനാണ് രാജുവിനോട് ശരിക്കും സോറി പറയേണ്ടത്. ഞാൻ എന്തിനാ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നതെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലായി, എനിക്ക് ചേച്ചിനോട് ദേഷ്യമല്ലായിരുന്നു, അതിനേക്കാൾ കൂടുതൽ അസൂയായിരുന്നു. എനിക്കല്ലാണ്ട് രാജീവിൻ്റെ ലൈഫിൽ കൂടുതൽ സ്ഥാനം ചേച്ചിക്കാന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു പോയത്. എടാ, നീ അവളെ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും ദേഷ്യം വന്നു. എൻ്റെ കൂടെ വളർന്നവളല്ലേ അവൾ. എനിക്ക് ചേച്ചിനോട് മാപ്പ് പറഞ്ഞു. ചേച്ചി ഇപ്പോൾ എവിടെ? അവൾ പോയി. ക്ഷമ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അനു, അവളെ ശരിക്കും വീട്ടിലോട്ട് ഞാൻ കൊണ്ടുവന്നു. എന്തിന്? നിനക്ക് ഒന്ന് കാണിച്ചു തരാം എൻ്റെ സ്വപ്നത്തിലുള്ള വീട് എന്താണ്, എൻ്റെ സങ്കല്പത്തിലുള്ള ഭാര്യ എന്താണ് എന്നല്ല. പക്ഷേ ഞാനതൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നെന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു. അങ്ങനെ ഞാൻ ചെയ്തതുകൊണ്ട് നിൻ്റെയും മനസ്സ് വിഷമിച്ചു, അവളുടെയും മനസ്സ് വിഷമിച്ചു. അവൾക്ക് ചിലപ്പോൾ തോന്നിക്കാണും അവൾ കാരണം നമ്മുടെ ലൈഫ് സ്പോക്കില്ല ഉണ്ടാകും. ഈ ദാമ്പത്യം എന്ന് പറയുന്നത് 2 പേര് ചേർന്ന് ഒരുമിച്ച് ബിൽഡ് ചെയ്യുന്നൊരു സാധനമാണ്. അതൊരിക്കലും വേറൊരാളെ കാണിച്ച് നിന്നെ കൊണ്ട് കോപ്പി ചെയ്യിപ്പിക്കാൻ ഞാൻ ശ്രമിക്കരുത്. അവിടെ ഞാൻ ചിന്തിച്ചാലുള്ള തെറ്റ്. പാവം, ഇതിൻ്റെ ഇടയിലോട്ട് വലിച്ചഴിച്ചിട്ട് അവളുടെ മൈൻഡിൽ ഞാൻ സ്പോയിൽ ചെയ്തു. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് 2 പേരും കൂടെ അവളുടെ വീട്ടിൽ പോകാം, അവളെ കണ്ട് മാപ്പ് പറയാം.